കച്ചവടം കുറവാണ്. മഴ ഒക്കെ ആയതുകൊണ്ട് കച്ചവടം കുറവാണ്. ഓണത്തായിട്ട് ഒരു കച്ചവടം ഇല്ല, ആൾക്കാർ ഇറങ്ങുന്നില്ല, ബ്രോഡും ഇല്ല. എല്ലാം ഈ ഓൺലൈനായിട്ട് കച്ചവടം എല്ലാം നശിച്ചു കളഞ്ഞു. എല്ലായിടത്തും നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിനകത്താണ്. ഓണത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ തിരക്കുകളും ഇവിടെ കാണുന്നില്ല. ഓണം ഇങ്ങെത്തി. എന്നാൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഓണച്ചന്തകളിൽ ഇത്തവണ കാര്യമായ കച്ചവടം നടക്കുന്നില്ല. സാധനങ്ങളുടെ വിലക്കയറ്റവും ഓൺലൈൻ ഷോപ്പിംഗിന്റെ വളർച്ചയും വ്യാപാരികളെ വലിയ വിഷമത്തിലാക്കുകയാണ്. ഓണത്തായിട്ട് ഒരു കച്ചവടം ഇല്ല, ആൾക്കാർ ഇറങ്ങുന്നില്ല, ബ്രോഡും ഇല്ല. എല്ലാം ഈ ഓൺലൈനായിട്ട് കച്ചവടം എല്ലാം നശിച്ചു കളഞ്ഞു. നമുക്കിപ്പോൾ ആരിപ്പോൾ വന്നിട്ട് ഡയറക്റ്റായിട്ട് വന്ന് കസ്റ്റമർ ഇപ്പോൾ വാങ്ങുന്നില്ല. ഇതിക്കിടയിൽ മഴ അവസ്ഥ ഉണ്ട്, പിന്നെ ആൾക്കാർ തീരെ ഇറങ്ങുന്നില്ല. എല്ലാം വന്നിട്ട് വലിയ വലിയ ഷോപ്പിലാണ് പോകുന്നത്. പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഇവിടെ കച്ചവടം കുറവാണ്. എല്ലാം വന്നിട്ട് ഓൺലൈൻ കച്ചവടത്തേക്ക് പോയി. മാക്സിമം കുറേ ഈ ഓണം കളിഞ്ഞപ്പോൾ കുറേ കടകൾ പൂട്ടും, അങ്ങനെ അവസ്ഥ ഉണ്ട്. കുറേ ഹോൾസെയിൽ കട ഇപ്പം തന്നെ അകത്ത് പൂട്ടാറാ തുടങ്ങി. സാധാരണ ജനങ്ങൾക്ക് വീട്ടുചെലവ് തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ അധികമായി ചെലവിടാൻ ആരും തയ്യാറല്ല. വലിയ കമ്പനികൾ വൻ ഓഫറുകളും ഹോം ഡെലിവറി സൗകര്യവും വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ചന്തയിലെ ചെറിയ വ്യാപാരികൾക്ക് മത്സരിക്കാനാവുന്നില്ല എന്നതും വാസ്തവമാണ്. എല്ലായിടത്തും അതുകൊണ്ടാണ് നഷ്ടത്തിലാവണമെന്നാണ് ഈ 20 രൂപ മറ്റേ വരുമല്ല. അതല്ലേ ഇപ്പോഴത്തെ ഇത് ഓൺലൈൻ വ്യാപാരം. പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാരെ, പ്രതീക്ഷിക്കട്ടെ, അതല്ലേ കാത്തിരിക്കുന്നത്. അല്ല, പ്രതീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെക്കേണ്ടി വരും. കച്ചവടം കുറവാണ്. മഴ ഒക്കെ ആയതുകൊണ്ട് കച്ചവടം കുറവാണ്. ഇല്ല, എന്താണെന്നുള്ളത് ഈ മാർക്കറ്റിലായത് കച്ചവടം ഓണമാണ്. പക്ഷെ കൂടുതലാകാം. പിന്നെ ഓൺലൈൻ കച്ചവടങ്ങളില്ലേ ഇപ്പൊ എല്ലാം 10 പെങ്കിറ്റും അവരൊക്കെ 10 മിനിറ്റിനുള്ളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ആയിരിക്കാം ഉണ്ടാവും. അടുത്ത ആഴ്ച പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഓണത്തിന് മുന്നോടിയായി വലിയ പ്രതീക്ഷകളോടെ സ്റ്റോക്ക് കൂട്ടിയ പല വ്യാപാരികൾക്കും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. വ്യാപാരികളുടെ ദുരവസ്ഥ കണക്കിലെടുത്ത് സർക്കാരിന്റെ ഇടപെടലും വില നിയന്ത്രണ നടപടികളും അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.